നമുക്കിപ്പോൾ മാതൃഭൂമി ന്യൂസ് കാണിക്കുന്ന ദൃശ്യം അനന്തുവിനെ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. ഇതിപ്പോൾ കസ്റ്റഡി കാലാവധി കഴിഞ്ഞു. 5 ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു ആവശ്യപ്പെട്ട് പോലീസിന് ലഭ്യമായത്, അന്വേഷണ സംഘത്തിന് ലഭ്യമായത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കേസുകൾ ഇനിയും വരുന്നു. പ്രത്യേക ടീമിലേക്ക് ADGPയുടെ മേൽനോട്ടത്തിലൊക്കെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുമ്പോൾ വീണ്ടും പോലീസ് കസ്റ്റഡിയിലുമാകും, ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അങ്ങനെ ആദ്യഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യൽ കേൾക്കുന്നത് ഇപ്പോൾ പിന്നെ ആരാണ് വാങ്ങിയിരിക്കുന്നത്? മാത്യു കുഴൽനാടൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അനന്തൻ. കാരണം ഇന്ന് വാർത്താ സമ്മേളനം നടത്തി തൻ്റെ കഴിഞ്ഞ 2 പതിറ്റാണ്ടത്തെ സംശുദ്ധ രാഷ്ട്രീയത്തെ ഏൽപ്പിച്ച മുറിവ് ഒരു മീഡിയ നടത്തിയ വാർത്താമെനയ്ക്കൽ എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ ഇന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചത്. 1 പൈസ പോലും വാങ്ങിയില്ല എന്ന് അനന്തു പറയുന്നുണ്ട്. കോടതിയിലേക്ക് എത്തിച്ചപ്പോഴാണ് അനന്തു മാധ്യമങ്ങളോട് ഈ പ്രതികരണം നടത്തിയത്. അപ്പോൾ പലരുടെയും പേരുകൾ അനന്തു നേരത്തെ വെളിവാക്കിയിരുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിലെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാൻ, ആദ്യഘട്ടത്തിലെ കസ്റ്റഡിയാണ്. ഈ കസ്റ്റഡിയിലാണ് കൂടുതൽ കാര്യങ്ങൾ വെടിപൊട്ടിച്ചുകൊണ്ട് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, പിൻപറ്റിയവർ, ഈ പണം പറ്റിയവർ, കൈപ്പറ്റിയവരുണ്ടോ, അത് ഇലക്ഷൻ ഫണ്ടെന്ന ഓമനപ്പേരിൽ ഫണ്ടെന്ന രീതിയിലൊക്കെ കൈപ്പറ്റിയവരുടെ ഉദ്ദേശം എന്തായിരുന്നു, അവർക്ക് അറിയാമായിരുന്നോ ഈ തട്ടിപ്പിനെ കുറിച്ച്? അനന്ത് തട്ടാൻ പോകുന്നത് പാവങ്ങളുടെ പൈസയാണെന്ന് ഈ മാന്യ വ്യക്തികൾക്ക് അറിയാമായിരുന്നെങ്കിൽ അതൊരു ക്രൈമാണ്. ജനപ്രതിനിധികൾ, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിനെ ആദ്യമേ, ഇപ്പോൾ തന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട് സിറാജുദ്ദീൻ എന്നയാൾ വയനാട് 2024 ഈ തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി പോലീസിന് മുൻപിലേക്ക് ജസ്പിക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് താല്പര്യം കാട്ടിയിട്ടില്ല. അപ്പോൾ നേരത്തെ തന്നെ ഈ തട്ടിപ്പ് തടയാമായിരുന്നു, പാവങ്ങളുടെ പൈസ പോകില്ലായിരുന്നു.